ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ പരശിവത്തിലെ അടുത്ത പദ്യത്തിലേക്ക് നാം കടക്കുകയാണ്. പ്രകൃതിക്ക് വശപ്പെടാതെ തീ അകൃതിയിൽ പതിയണമെങ്കിൽ മേ സുഹൃതം കൃതമായി മഹേശ്വര വികൃതാകാരാ തുണയ്ക്കതിന്നു നീ. അതിന് നീ എന്നെ തുണയ്ക്കണം. ഏതിന്? എൻ്റെ തീ, അതായത് നിശ്ചയാത്മിക ബുദ്ധിവൃത്തി എന്തിൽ പതിയണം? അകൃതിൽ പതിയണം. ബ്രഹ്മത്തിൽ, ശിവനിൽ, പരശിവനിൽ പതിയണം. അപ്പോൾ എൻ്റെ നിശ്ചയാത്മിക ബുദ്ധി സാക്ഷാൽ പരശിവത്തിൽ പതിയണം. അതിന് അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങ് തുണയ്ക്കണം. അല്ലയോ ഭഗവാൻ വികൃതാകാര മഹേശ്വര, അല്ലയോ മഹേശ്വര, അങ്ങ് എന്നെ തുണയ്ക്കണം. എൻ്റെ ബുദ്ധി അങ്ങിൽ പരശിവത്തിൽ പതിഞ്ഞ് അതിൽ ലയിക്കാൻ വേണ്ടി അല്ലയോ ഭഗവാനെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അരുൾ എനിക്കുണ്ടാകണമേ. അങ്ങ് എപ്പോഴും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമേ. എൻ്റെ ബുദ്ധിയെ മറ്റെങ്ങും വിടാതെ പരബ്രഹ്മത്തിൽ, പരശിവനിൽ തന്നെ എപ്പോഴും പതിയാൻ വേണ്ട അനുഗ്രഹവർഷം അങ്ങ് ചൊരിയണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തിനു വശപ്പെടാതെ? പ്രകൃതിക്ക് വശപ്പെടാതെ എൻ്റെ ബുദ്ധി അങ്ങിൽ പതിയണം. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. എൻ്റെ ബുദ്ധി പ്രകൃതിക്ക് വഴങ്ങിക്കൊണ്ട് പ്രകൃതിയുടെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം സാധാരണ പ്രകൃതിയുടെ അടിമകളായി, പ്രകൃതി എന്താണോ പറയുന്നത് ആ പ്രകൃതിയുടെ അടിമയായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ ബുദ്ധി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയാകുന്ന മായയ്ക്ക് കീഴടങ്ങി നാം ഓരോരോ പ്രവൃത്തികളിൽ മുഴുകി ജീവിതം ദുഃഖമയമാക്കുന്നു. അപ്പോൾ പ്രകൃതിക്ക് അടിമപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനെ കൂടുതൽ കൂടുതൽ ക്ലേശപൂർണമാക്കുക എന്നാണ് അർത്ഥം. ജീവിതം കൂടുതൽ ക്ലേശപൂർണമായി തീരും പ്രകൃതിക്ക് അടിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പ്രകൃതി അഥവാ മായയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മുഴുവൻ ദുഃഖമയമായിരിക്കും. ആ ദുഃഖത്തെ ഇല്ലാതാക്കണമെങ്കിൽ പ്രകൃതിയെ അതിജീവിച്ച് എൻ്റെ നിശ്ചയാത്മക ബുദ്ധി എപ്പോഴും പരശിവനിൽ തന്നെ പതിയണം. അതായത് ഞാൻ എപ്പോഴും പരശിവനിൽ ലയിച്ച് പരശിവ ചിന്തയിൽ മുഴുകി, പരശിവ ധർമ്മത്തിൽ മുഴുകി, പരശിവ കർമ്മത്തിൽ മുഴുകി ഞാൻ എപ്പോഴും ജീവിക്കട്ടെ. അതിന് അല്ലയോ മഹേശ്വര അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. അതിനുള്ള സുകൃതം കൃതമായി വരയണമേ. അതിനുള്ള അനുഗ്രഹം, അതിനുള്ള സുകൃതി എനിക്ക് അങ്ങ് നൽകണമേ എന്നാണ് ഭഗവാനോട്, പരശിവത്തോട് ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സാധകൻ എപ്പോഴും പ്രകൃതിയുമായി മല്ലിട്ടുകൊണ്ട് പ്രകൃതിക്കെതിരെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ അയാൾ മായയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ച ജീവിതത്തെ ആകെ ദുഃഖമയമാക്കും. അതുകൊണ്ട് പ്രകൃതിയെ വിജയിച്ച് പ്രകൃതിയുടെ മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് അവിടെ നാം മായയെ കീഴ്പ്പെടുത്തി നമ്മുടെ ബുദ്ധി പരശിവനിൽ ലയിപ്പിക്കണം എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ജ്ഞാനേശ്വരിയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ ജ്ഞാനേശ്വരി ഈ പ്രകൃതിയെ വളരെ ഗംഭീരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് എടുക്കാം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയാണ്, അല്ലയോ
പാർത്ഥ, പ്രതിബിംബങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ നിഴലുകളായിരിക്കുന്നത് പോലെ മൂലതത്വത്തിന് ആധാരമായ വസ്തു എൻ്റെ പ്രതിച്ഛായയായ മായ എന്ന ശക്തിയാണ്. അതിന് പ്രകൃതി എന്ന് പറയുന്നു. അപ്പോൾ മായ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അതിന് 8 ഭാഗങ്ങളാണുള്ളത്. ജഗത്രയം അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ 8 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്ക് അറിയണമെങ്കിൽ പറയാം, കേട്ടോളൂ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയാണവ. ഇവയാണ് ശൈവസിദ്ധാന്തത്തിൽ 36 തത്വങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ 36 തത്വങ്ങൾ. ഈ 36 തത്വങ്ങളും ഇല്ലാതായി ശിവത്തിൽ, പരശിവത്തിൽ ലയിക്കണമെന്നാണ് ശൈവസിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഈ 36 തത്വങ്ങളെയും ഇല്ലാതാക്കുമ്പോൾ, ഈ 36 തത്വങ്ങളും പരശിവനിൽ ലയിച്ച് കഴിയുമ്പോൾ നമുക്ക് സാക്ഷാൽ പരശിവ ദർശനം ലഭിക്കുമെന്നാണ് ശൈവസിദ്ധാന്തം നമ്മളോട് പറയുന്നത്. അല്ലയോ മഹാബാഹോ, മേൽ 8 വിധമായി വിഭാജിക്കപ്പെട്ട ഈ പ്രകൃതി അപരാപ്രകൃതിയാണ്. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായും ജീവസ്വരൂപമായും ഈ ജഗത്തിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ എൻ്റെ പ്രകൃതിയെ പരാപ്രകൃതി എന്ന് പറയുന്നു. അപ്പോൾ അപരാപ്രകൃതിയിൽ നിന്ന് പരാപ്രകൃതിയിലേക്ക് നാം എത്തിച്ചേരണം. ഈ 8 വിഭാഗങ്ങളുടെ സമതുലിതാവസ്ഥയാണ് എൻ്റെ ഉത്കൃഷ്ട പ്രകൃതി, അതായത് പരാപ്രകൃതി. അതിനെ ജീവൻ എന്ന് പറയുന്നു. അത് അചേതനമായ വസ്തുക്കൾക്ക് ജീവൻ നൽകുകയും ജീവജാലങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സ് ദുഃഖവും വിഭ്രാന്തിയും അനുഭവിക്കുന്നതിന് അത് കാരണമായിത്തീരുന്നു. ബുദ്ധിക്ക് ബോധനശക്തി ഉണ്ടാക്കിക്കൊടുക്കുന്നതും മായയുമായിട്ടുള്ള അതിൻ്റെ സംസർഗം കൊണ്ടാണ്. അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അഹന്തയുടെ വൈഭവം ലോകത്തെ നിലനിർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാവര ജംഗമ ആത്മകങ്ങളായിരിക്കുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഈ 2 വക പ്രകൃതികളും കൂടിക്കലർന്ന് ഉണ്ടായവയാകുന്നു. അതായത് പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ഈ 2 പ്രകൃതികൾ മൂലമായി സർവജ്ഞനായും ഈശ്വരനായും ഇരിക്കുന്ന ഞാൻ സകല ജഗത്തിൻ്റെയും ഉത്ഭവസ്ഥാനവും മായാസ്ഥാനവുമാണെന്നറിഞ്ഞാലും, അപ്പോൾ ശിവൻ തന്നെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം, മായാസ്ഥാനവും ഈ പരശിവൻ തന്നെ. സൂക്ഷ്മപ്രകൃതി സ്ഥൂലപ്രകൃതിയുമായി സംയോജിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ അനന്തമാണ്. അങ്ങനെയാണ് 4 ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. മൂല്യത്തിൻ്റെ കാര്യത്തിൽ തുല്യമാണെങ്കിലും ഈ ജീവികളെയൊക്കെ വേർതിരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഈ വർഗങ്ങൾ മൊത്തം 74 ലക്ഷത്തോളം വരും. കൂടാതെ പ്രധാന വർഗങ്ങളുടെ ഉപവർഗങ്ങളായി വേറെയും അനവധിയുണ്ട്. ഇവയെല്ലാം കൂടി വായുമണ്ഡലം നിറഞ്ഞു കവിയുന്നു. ഖജനാവിൽ നാണയങ്ങൾ നിറയ്ക്കുന്നത് പോലെ ഉൽപ്പത്തിയുടെ ഗർഭഗൃഹത്തിൽ ഈ ജീവജാലങ്ങൾ കുമിഞ്ഞുകൊടുന്നു. ഇപ്രകാരം പ്രകൃതി പഞ്ചഭൂതങ്ങളിൽ നിന്ന് എണ്ണമറ്റ വിധം ജീവജാലങ്ങളാകുന്ന നാണയങ്ങളെ സൃഷ്ടിക്കുന്നു. ദിവ്യമായ പ്രകൃതിക്കല്ലാതെ മറ്റാർക്കും അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഈ നാണയങ്ങളെ പരിശോധിച്ച് ശേഷം പ്രകൃതി അവയെ ഗുണീഭവിപ്പിക്കുകയും വീണ്ടും ഉരുക്കുകയും അങ്ങനെ ഓരോ വ്യക്തിയുടെയും കർമ്മത്തിനനുസൃതമായി അവയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവ നന്മയുടെയും തിന്മയുടെയും സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും വ്യാപാരത്തിൽ വ്യാപരിക്കുന്നു.
അതായത് വിവിധ രൂപവും നാമമുള്ള ഈ പ്രപഞ്ച സൃഷ്ടികളെ മുഴുവൻ നിരത്തിയിരിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതി എൻ്റെ നിഴലല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണെന്നറിയുക. അപ്പോൾ പ്രകൃതിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്, അപരാപ്രകൃതി എന്നും പരാപ്രകൃതി എന്നും. അപരാപ്രകൃതിയെയാണ് മായ എന്ന് പറയുന്നത്. ഈ അപരാപ്രകൃതിയിൽ നിന്ന് പരാപ്രകൃതിയിലേക്ക്, അതായത് ശുദ്ധമായയിലേക്ക്, ശുദ്ധ ശിവത്തിലേക്ക് നാം എത്തിച്ചേരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണം എന്നുള്ളത് അപരാപ്രകൃതിയിൽ നിന്ന് പരാപ്രകൃതി, ശുദ്ധ ശിവത്തിലേക്ക്, പരശിവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇതിന് ആരുടെ അനുഗ്രഹം വേണം? ശിവഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അങ്ങനെ ശിവൻ്റെ അരുൾ ലഭിക്കാൻ വേണ്ടി സാധകൻ്റെ നിരന്തരമായ പ്രാർത്ഥനയാണ് എന്നെ പരശിവത്തിലേക്ക് ലയിപ്പിക്കാൻ, ഈ അപരപ്രകൃതിയിൽ നിന്ന് പരപ്രകൃതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി, പരശിവനിലേക്ക് എത്തിക്കാൻ വേണ്ടി. അല്ലയോ ഭഗവാനെ, അല്ലയോ മാർക്കണ്ഡേയന് ചിരഞ്ജീവിത്വം കൊടുത്ത അല്ലയോ ദേവാധിദേവ, അങ്ങ് എന്നെ എപ്പോഴും അനുഗ്രഹിക്കണമേ. അപ്പോൾ ശിവാനുഗ്രഹത്തിന് വേണ്ടി ഒരു സാധകൻ്റെ പ്രാർത്ഥനയാണ്. എന്തിനാണ് ശിവൻ അനുഗ്രഹിക്കേണ്ടത്? തൻ്റെ ബുദ്ധി ശിവത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടി, തൻ്റെ അപരാപ്രകൃതി ശിവത്തിൽ പൂർണ്ണമായും ലയിച്ച് ശിവമയമായി തീരാൻ വേണ്ടി, ശിവതത്വമായി തീരാൻ വേണ്ടി. അല്ലയോ ഭഗവാനെ, അങ്ങ് അനുഗ്രഹിച്ചാലും. ഈ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അഗാധമായ ആ ശിവസ്നേഹത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശിവഭഗവാൻ നമ്മുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും നമ്മെ ശിവമയമാക്കി ശിവതത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് ഈ പരശിവത്തിൻ്റെ ആത്യന്തികമായ പരിസമാപ്തി, നമ്മെ പരശിവത്തിലേക്ക് എത്തിക്കുക. അപരാപ്രകൃതിയിൽ നിന്ന് പരയിലേക്ക്, അതായത് സാക്ഷാൽ ശിവതത്വത്തിൽ നിന്നിലേക്ക്, നമ്മെ ശിവയോഗത്തിലേക്ക് നമ്മെ നയിക്കാൻ ഈ വാക്കുകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഓം ശിവായ നമഃ.